വർഷ ബഹാർ. വർഷ ബഹാർ എന്ന് പറഞ്ഞാൽ മഴക്കാലത്തിൻ്റെ സൗന്ദര്യം. വർഷ ഋതു കി സുന്ദരത അല്ലെങ്കിൽ ബാരിഷ് കി സുന്ദരത. ഈ കവിതയിൽ കവി മുകുട്ധർ പാണ്ഡെ മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഭൂമിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. മഴക്കാലത്തിൻ്റെ സൗന്ദര്യം. वर्षा बहार सबके मन को लुभा रही है, नभ में छटा अनूठी घनघोर छा रही है, बिजली चमक रही है, बादल गरज रहे हैं, पानी बरस रहा है, झरने भी ये बहे हैं, चलती हवा है ठंडी, हिलती है डालियाँ सब, बागों में गीत सुंदर गाती है मालिनी अब, तालों में जीव जलचर अति है प्रसन्न होते, फिरते लगो पपीहे है ग्रीष्म ताब खोते. वर्षा बहार सबके मन को लुभा रही है, नभ में छटा अनूठी घनघोर छा रही है. വർഷ ബഹാർ മഴക്കാലത്തിൻ്റെ സൗന്ദര്യം. സബ്കെ മൻകോ എല്ലാവരുടെയും മനസ്സിനെ, ലുഭാ രഹി ഹെ അതായത് ആകർഷിക്കുന്നു. ലുഭാന എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുന്നു അല്ലെങ്കിൽ മോഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. നഭ് മേ ചട്ട അനൂട്ടി. നഭ് എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിലെ ശോഭ അതുല്യമാണ്. ചട്ട എന്ന് പറഞ്ഞാൽ ശോഭ, അതിൻ്റെ സുന്ദരമായ ദൃശ്യം. അനൂട്ടി അതായത് അതുല്യമാണ്. ആകാശത്തിൻ്റെ ആ ഭംഗി അതുല്യമാണ്. ഘനഘോർ ചാരഹി ഹെ. ഘനഘോർ എന്ന് പറഞ്ഞാൽ ഘനെ കാലെ ബാദൽ അതായത് കാർമേഘം, ഇടതൂർന്ന തിങ്ങി നിറഞ്ഞ കാർമേഘം. ചാരഹീഹെ എന്ന് പറഞ്ഞാൽ ഫൈൽ രഹീഹെ അതിങ്ങനെ പരക്കുന്നു, ആകാശം മുഴുവനും പരക്കുന്നു. അപ്പോൾ കവി എന്താണ് പറയുന്നത്? മഴക്കാലത്തിൻ്റെ ഭംഗി എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നു. വർഷാ ബഹാർ സബ്കെ മൻകോ ലുഭാ രഹി ഹെ. മഴക്കാലത്തിൻ്റെ ഭംഗി എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. നഭ് മേ ചട്ട അനൂട്ടി ഘനഘോർ ചാരഹി ഹെ. ആകാശത്തിൻ്റെ അതുല്യമായ മനോഹരമായ ദൃശ്യം. ആകാശത്ത് മനോഹരമായ ദൃശ്യമാണ് കാണാനുള്ളത്. എന്താണ് ആ ദൃശ്യം? കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിയിരിക്കുന്നു, ആകാശം മൊത്തം മൂടിയിരിക്കുന്നു. ഇത് മരങ്ങളെയും മനുഷ്യരെയും പിന്നെ പക്ഷികളെയും എല്ലാ ജീവജാലങ്ങളെയും നേരെ ആകർഷിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മഴക്കാലത്തിൻ്റെ ഭംഗി എല്ലാവരെയും, മനുഷ്യരെയും വൃക്ഷലതാദികളെയും പക്ഷികളെയും എല്ലാ ജീവജാലങ്ങളെയും ആകർഷിക്കുന്നു. ബിജ്ലി ചമക് രഹി ഹെ, ബാദൽ ഗരജ് രഹേ ഹെ, പാനി ബരസ് രഹാ ഹെ, ഝർണേ ബി യെ ബഹേ ഹെ. ബിജ്ലി ചമക്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മിന്നലടിക്കുക, മിന്നലുമുണ്ട്. ബാദൽ ഗരജ് രഹേ ഹെ, ബാദൽ മേഘം, ഗരജ് രഹേ ഹെ. ഗരജന എന്ന് പറഞ്ഞാൽ എന്താണ്? തേജ് ആവാസ് കെ സാത്ത് ഗൂഞ്ചന അതായത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. ഇടിമുഴക്കവുമുണ്ട്, മിന്നലുമുണ്ട്. പാനി ബരസ് രഹാ ഹെ മഴ പെയ്യുന്നുണ്ട്. ഝർണേ ബി യെ ബഹേ ഹെ. ഝർണ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടവുമുണ്ട്. ഒഴുകി വരുന്നുണ്ട്, വെള്ളച്ചാട്ടവുമുണ്ട്. ബിജ്ലി ചമക് രഹി ഹെ, ബാദൽ ഗരജ് രഹേ ഹെ, പാനി ബരസ് രഹാ ഹെ, ഝർണേ ബി യെ ബഹേ ഹെ. അതായത് ഇടിമിന്നലുമുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, വെള്ളച്ചാട്ടവുമുണ്ട്, മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ചൽത്തി ഹവാ ഹെ ടണ്ടി, ഹിൽത്തി ഹെ ഡാലിയാ സബ്, ബാഗോ മെ ഗീത് സുന്ദർ ഗാത്തി ഹെ മാലിനെ അബ്. ചൽത്തി ഹവാ ഹെ ടണ്ടി, ടണ്ടി ഹവ ചൽ രഹി ഹെ അതായത് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഹിൽത്തി ഹെ ഡാലിയാ സബ്, ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ചസ്, മരത്തിൻ്റെ കൊമ്പുകളും ഇളകുന്നുണ്ട്. ഹിൽന എന്ന് പറഞ്ഞാൽ ഇളകുക. മരങ്ങളുടെ കൊമ്പുകളും ഇളകുന്നുണ്ട് അല്ലെങ്കിൽ ചില്ലകൾ ഇളകുന്നുണ്ട്. ബാഗോമേ ഗീത് സുന്ദർ, തോട്ടങ്ങളിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്, മനോഹരമായ പാട്ട്. ഗാത്തി ഹെ മാലിനെ അബ്, ആരാണ് പാടുന്നത്? ഗാത്തി ഹെ പാടുന്നു. മാലിനെ, മാലിനെ എന്ന് പറഞ്ഞാൽ ആരാണ്? തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ. തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മനോഹരമായിട്ട് പാടുന്നുണ്ട്. കവി എന്താണ് പറയുന്നത്? അവിടുത്തെ പൂക്കളും പിന്നെ കാറ്റ് വീശുന്നതും ചില്ലകൾ ആടി ഉലയുന്നതും അവിടുത്തെ പച്ചപ്പും എല്ലാം കണ്ടിട്ട്
ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ സന്തോഷം കൊണ്ട് മനോഹരമായി പാട്ട് പാടുന്നു എന്നാണ് കവി പറയുന്നത്. तालों में जीव जलचर अति है प्रसन्न होते, फिरते लखो पपीहे है ग्रीष्म ताप खोते. താലോ മേ ജീവ് ജൽച്ചർ. താൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം, താലാബ്. താലാബ് കുളത്തിൽ, ജീവ് ജൽച്ചർ. ജൽച്ചർ എന്ന് പറഞ്ഞാൽ പാനീമേ രഹനെ വാലെ ജീവ്, ജലജീവികൾ, ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ. ഏതൊക്കെയാണ്? തവള, പിന്നെ മത്സ്യങ്ങൾ, ഇവയൊക്കെ അതീഹ പ്രസന്ന ഹോത്തെ, വളരെയധികം സന്തോഷിക്കുന്നു. ഫിർത്തെ ലക്കോ പപ്പീഹെ. ഫിർത്തെ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ലക്കോ പപ്പീഹെ. പപ്പീഹ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷിയാണ്. കോമൺ ഹോ കുക്കു എന്ന് പറയാം, കുക്കു ബേർഡ്. ലക്കോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ പക്ഷികൾ, കുക്കു ബേർഡ്സ്. ഹേ ഗ്രീഷ്മ താപ് ഖോത്തെ. ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലത്തിൻ്റെ ആ ചൂട് ഇല്ലാതായതിൻ്റെ സന്തോഷത്തിലാണ്. ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. വേനൽക്കാലത്തിൻ്റെ ചൂട് കഴിഞ്ഞു. മഴ പെയ്തപ്പോൾ അവർ തണുത്തു. വേനൽക്കാലത്തിൻ്റെ ചൂട് കഴിഞ്ഞു. അവരിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്, സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. കുളങ്ങളിൽ ജീവിക്കുന്ന ജീവികൾ വളരെയധികം സന്തോഷിക്കുന്നു. മത്സ്യങ്ങളും തവളകളും എല്ലാ ജീവികളും, ജലജീവികളും വളരെയധികം സന്തോഷിക്കുന്നു. വേനൽക്കാലത്തിൻ്റെ ചൂട് കഴിഞ്ഞ സന്തോഷത്തിൽ, ചൂടില്ലാതായ ആ സന്തോഷത്തിൽ കുക്കു ബേർഡ്സും ഇങ്ങനെ ചുറ്റിക്കറങ്ങി പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. പാറി പറന്നുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. करते हैं नृत्य वन में, देखो ये मोर सारे, मेंढक लुभा रहे हैं गाकर सुगीत प्यारे. മോർ എന്ന് പറഞ്ഞാൽ മയിൽ, മേണ്ടക് തവള, ഫ്രോഗ്, ലുഭാ രഹേ ഹെ ആകർഷിക്കുന്നു, സുഗീത് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഗാനം. കരത്തെ ഹെ നൃത്യ വൻമേ. വൻമേ നൃത്യ കരത്തെ ഹെ, അതായത് വനത്തിലെ, കാടിനുള്ളിൽ നൃത്തം ചെയ്യുന്നു. ദേക്കോ യെ മോർ സാരെ. ഈ മയിലുകളെല്ലാം വനത്തിനുള്ളിൽ നൃത്തം വയ്ക്കുന്നു. മേടക് ലുഭാ രഹേ ഹെ ഗാക്കർ സുഗീത് പ്യാരെ. സുഗീത് പ്യാരെ, നല്ല മനോഹരമായ പാട്ട് പാടിക്കൊണ്ട് തവളകൾ ആകർഷിക്കുന്നു, എല്ലാവരെയും ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. മഴ പെയ്യുമ്പോൾ തവളകൾ ശബ്ദമുണ്ടാക്കുന്നു. അത് മനോഹരമായ ഗാനമാണ് എന്നാണ് കവി പറയുന്നത്. മയിലുകളെല്ലാം കാട്ടിനുള്ളിൽ നൃത്തം ചെയ്യുകയാണ്. തവളകളും ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ അവരും പാട്ട് പാടുന്നു എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. നല്ല സുന്ദരമായ പാട്ടുകൾ പാടുന്നു, എല്ലാവരെയും ആകർഷിക്കുന്നു. ഖിൽത്താ ഗുലാബ് കേസാ സൗരഭ് ഉഡാ രഹാ ഹെ, ബാഗോ മേ ഖൂബ് സുഖ് സെ ആമോദ് ജാ രഹാ ഹെ. ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ, സൗരഭ് സുഗന്ധം, ബാഗോമേ എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ, ആമോദ് എന്ന് പറഞ്ഞാൽ സന്തോഷം, പ്രസന്നത. ഖിൽത്താ ഗുലാബ് കേസാ സൗരഭ് ഉഡാ രഹാ ഹെ. അപ്പോൾ റോസാപ്പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്, അത് സുഗന്ധം പരത്തുന്നുണ്ട്. സൗരഭ് ഉഡാ രഹാ ഹെ, അവിടെ ആകെ സുഗന്ധം പരത്തുന്നു. ബാഗോ മേ ഖൂബ് സുഖ് സെ ആമോദ് ജാ രഹാ ഹെ. ആ തോട്ടത്തിൽ ഖൂബ് സുഖ് സെ, വളരെ നല്ല രീതിയിൽ, വളരെയധികം സന്തോഷം പരക്കുകയാണ്. അവിടെ സുഖമുള്ള ഒരു അന്തരീക്ഷമാണ്. റോസാപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു, കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ പൂക്കളുടെ സുഗന്ധം അവിടെ പരക്കുകയാണ്. തോട്ടത്തിൽ നല്ലൊരു അന്തരീക്ഷമാണ്. അവിടെ ആകെ സന്തോഷം പരക്കുകയാണ്. അവിടെ മൊത്തം പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു, പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു. സന്തോഷം നൽകുന്ന, സുഖം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് എന്നാണ് കവി പറയുന്നത്. ചൽത്തെ ഹൻസ് കഹീ പർ ബാന്ധേ കത്താർ സുന്ദർ, ഗാത്തെ ഹെ ഗീത് കേസെ ലേസ്തെ കിസാൻ മനഹർ. മനഹർ എന്ന് പറഞ്ഞാൽ മൻകോ ഹർഷിത് കർണേ വാലെ, അതായത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിനെ ആകർഷിപ്പിക്കുന്ന. കത്താർ എന്ന് പറഞ്ഞാൽ നിര അല്ലെങ്കിൽ വരി. ഹൻസ് അരയന്നം അല്ലെങ്കിൽ സ്വാൻ. അപ്പോൾ ചൽത്തെ ഹെ ഹൻസ് കഹീപ്പർ, അവിടെ അരയന്നങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ബാന്ധേ കത്താർ സുന്ദർ, നല്ല മനോഹരമായ നിരയായിട്ട്, വരിയായിട്ടാണ് അവ പോകുന്നത്. ഗാത്തെ ഹെ ഗീത് കേസെ ലേത്തെ കിസാൻ മനഹർ, മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ കർഷകർ പാട്ട് പാടുന്നുണ്ട്, സന്തോഷം കൊണ്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ആ അന്തരീക്ഷം കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഹംസങ്ങൾ
നല്ല ഭംഗിയായിട്ട് വരി വരിയായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ കർഷകരും മഴ പെയ്യുന്നത് കൊണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ അവരുടെ കൃഷിയും നന്നായി ഉണ്ടാകും. അപ്പോൾ അവരും സന്തോഷം കൊണ്ട് പാട്ട് പാടുന്നു, മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിൽ പാട്ട് പാടുന്നു. ഇസ് ബാന്തി ഹെ അനോഖി വർഷാ ബഹാർ ഭൂപ്പർ സാരേ ജഗത് കി ശോഭ നിർഭർ ഹെ ഇസ്കെ ഊപ്പർ. ഇസ് ബാന്തി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അനോഖി വർഷാ ബഹാർ ഭൂപ്പർ, വർഷാ ബഹാർ മഴക്കാലം അതുല്യമാണ്, ഭൂപ്പർ ഭൂമിയിൽ ഈ മഴക്കാലം അതുല്യമാണ്. സാരേ ജഗത് കി ശോഭ ഈ ലോകത്തിൻ്റെ മൊത്തം ശോഭ, ഭംഗി, നിർഭർ ഹെ ഇസ്കെ ഊപ്പർ ഈ മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിർഭർ ഹെ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കുന്നു, ആധാരിത ഹെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു. മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ഭൂമിയുടെ തന്നെ സൗന്ദര്യം. അപ്പോൾ കവി എന്താണ് പറയുന്നത്? ഇപ്രകാരം മഴ ഭൂമിയിൽ അതുല്യമായ ഒന്നാണ്. ലോകത്തിൻ്റെ മുഴുവനും ശോഭ, മനോഹാരിത മഴയെ ആശ്രയിച്ചിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഈ ഭൂമി മൊത്തം മനോഹരമായി തീരുന്നു. കവിയുടെ പേരെന്താണ്? മുകുട്ധർ പാണ്ഡെ. कवि से परिचय। वर्षा बहार का मनोरम दृश्य रचने वाले मुकुटधर पांडे का जन्म छत्तीसगढ़ के बिलासपुर में हुआ था. വർഷാ ബഹാർ ക മനോരം ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ ആകർഷകമായ ഈ ദൃശ്യം ഇത് രചിച്ച മുകുട്ധർ പാണ്ഡെ, അദ്ദേഹം ജനിച്ചത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ്. പ്രകൃതി സൗന്ദര്യ की विभिन्न छवियां उनकी रचनाओं में देखने को मिलता है. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പല നിറങ്ങൾ, വിഭിന്ന ചവിയാം അതായത് പല ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. किशोरावस्था में ही उन्होंने कविता और लेख आदि लिखना शुरू कर दिया था. കിശോരാവസ്ഥ എന്ന് പറഞ്ഞാൽ കൗമാരത്തിൽ തന്നെ അദ്ദേഹം കവിതയും മറ്റധികം ലേഖനങ്ങളുമൊക്കെ എഴുതി തുടങ്ങിയിരുന്നു. उस समय की पत्रिकाओं सरस्वती और माधुरी में उनकी रचनाएं प्रमुखता से प्रकाशित होती थी. ആ സമയത്തെ മാസികകളായ സരസ്വതി ഓർ മാധുരി, ആ രണ്ട് മാസികകളിലും അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രമുഖതാസെ അതായത് പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രകാശിത് ഹോത്തി തി അതിൽ അച്ചടിച്ചിരുന്നു, അതായത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഹിന്ദി സാഹിത്യ में मुकुटधर पांडे के योगदान को देखते हुए भारत सरकार द्वारा इन्हें पद्मश्री सम्मान दिया गया था. ഹിന്ദി സാഹിത്യത്തിൽ മുകുട്ധർ പാണ്ഡെയുടെ യോഗ്ദാൻ അതായത് സംഭാവന അത് കണ്ടുകൊണ്ട് ഭാരത് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും നൽകിയിട്ടുണ്ട്.